ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമുക്ക് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ചേച്ചീൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനിതൊരു വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വ്ളോഗിൻ്റെ അണ്ടറിൽ ഒരു കമൻറ്റ് വന്നു. അതായത് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഫേഷ്യലിൽ ഒരു ഫുൾ വ്ളോഗായിട്ട് ഇടുമോ എന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഫേഷ്യലിൻ്റെ ഫുൾ പ്രോസസ്സ് ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് തന്നെ ഞാൻ അവിടെ ചെന്ന് ഫേഷ്യൽ ഇവർ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിമാരോട് പറഞ്ഞാണ്, ചേച്ചിമാരെ ഒന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരൂ, എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെയ്തു തരുന്ന ചേച്ചിമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ പ്രോസസ്സ് ഇല്ല, കാരണം അവർക്ക് അവരുടെ വർക്ക് ചെയ്യണമല്ലോ. അല്ലാണ്ട് നമുക്ക് ഫുൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പരിപാടി നടക്കുമല്ലോ. അതുകൊണ്ട് ഫുള്ളായിട്ടില്ല. അപ്പോൾ ഉള്ള ക്ലിപ്പിങ്സൊക്കെ ഞാൻ എന്തായാലും ഇവിടെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ തലേ ദിവസമാണ് പോയത്. അപ്പോൾ പോയ ടൈമിൽ അവർ ആദ്യം എന്ത് ചെയ്തു, ആദ്യം നമ്മൾ സ്കിൻ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി. അതായത് ഇപ്പോൾ ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ എന്നുള്ളതൊക്കെ നോക്കി. അപ്പോൾ എൻ്റെ ചേച്ചീന് ഞങ്ങളുടെ രണ്ടുപേരും ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു, നമുക്ക് ഈ ഫ്രൂട്ട് ഫേഷ്യൽ, ഫ്ലവർ ഫേഷ്യൽ ഇതൊന്നും നമ്മുടെ സ്കിന്നിന് പറ്റില്ല ഇൻ ദ സെൻസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ഫേഷ്യൽ ചെയ്ത് ഒരു 2 ദിവസം കഴിയുമ്പോൾ പിന്നെ മുഖത്ത് കുരു വരാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോട് അതൊന്നും എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ ആ ചേച്ചി തന്നെ, ബ്യൂട്ടീഷ്യൻ ആ ഒരു ചേച്ചി തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തെന്ന ഫേഷ്യലായിരുന്നു എന്താ പറയുക, ഹണി ഫേഷ്യൽ. അപ്പോൾ ഹണി ഫേഷ്യൽ വിത്ത് ബ്ലീച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ബ്ലീച്ച് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, കാരണം എന്തോ ബ്ലീച്ച് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു ബ്ലീച്ച് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ബ്ലീച്ച് ചെയ്താലാവും നമുക്കിനി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു നല്ല ബേസ് കിട്ടണമെങ്കിൽ ബ്ലീച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബ്ലീച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മളെ അവരവിടെ കിടത്തി. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫേസ് ബ്ലീച്ച് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല, കാരണം നമ്മൾ കണ്ണുടച്ച് അവിടെ കിടക്കാണല്ലോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ ബ്ലീച്ച് ചെയ്തു, പിന്നെ നമ്മുടെ ഹണി ഫേഷ്യൽ ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇവർ കുറേ ഇങ്ങനെ പെറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈക്ക് മൂക്കുന്നൊക്കെ ആണെങ്കിലും എന്താ പറയുക, നല്ല രീതിക്ക് ഇത് പ്ലക്ക് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയുക, ചേച്ചിക്ക് പിന്നെ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നോക്കാൻ വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പ്ലക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നേ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഫേസ് ഷെയ്വ് ചെയ്തു. ഫേസ് ഫുള്ളായിട്ടൊന്നും ഷെയ്വ് ചെയ്തില്ല, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് അവർ ഫേസ് ഷെയ്വ് ചെയ്തു. ഞാൻ യൂഷ്വലി ഫേസ് ഷെയ്വ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ അന്നാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തു. പിന്നെ ഏകദേശം ഇതെനിക്ക് തോന്നുന്നു ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തുള്ള പ്രോസസ്സായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ഫേഷ്യലിൻ്റെ ആ ഒരു മൊത്തത്തിൽ ആ ഒരു പ്രോസസ്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ ലീ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറിലാണ്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ ഇപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, എൻഗേജ്മെൻറ്റിൽ ആ ഒരു മേക്കപ്പ് ചെയ്തു തരുന്നത് ആ ഒരു ചേച്ചിയാണ്. ഞാൻ മേക്കപ്പ് ചെയ്തത് എൻ്റെതായ കലാവിരുദ്ധാണ്. ഐ മീൻ ചേച്ചീൻ്റെ മേക്കപ്പ് ചെയ്തു കൊടുത്തത് ആ ബ്യൂട്ടീഷ്യൻ ചേച്ചീനെ ചെയ്തു കൊടുത്തത്. ഞാൻ പിന്നെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിരുന്നു, വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഫേഷ്യലിൻ്റെ പ്രൊസീജിയേഴ്സ്. അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ ഒരു തരത്തിലുള്ള ക്രീമുകളോ അതേപോലെ തന്നെ ഫേസ് വാഷ്, ടോണർ, പിന്നെ സിറം ഇതൊന്നും നമ്മുടെ ഫേസിൽ അന്ന് യൂസ് ചെയ്യാൻ പാടില്ല. പിറ്റേ ദിവസം മുതൽ യൂസ് ചെയ്യാം. അന്ന് നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ഫേസ് കഴുകി കളയാൻ, നല്ലാണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് ഇരിക്കാം. പിന്നെ വന്നിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിലത്ത് ഇറങ്ങാൻ പാടില്ല പിറ്റേ ദിവസം. ഇപ്പം ഞങ്ങൾ പോയപ്പോഴാണെങ്കിലും ഞങ്ങൾ കാറിനാണ് പോയത്. അപ്പോൾ ഫേഷ്യൽ കഴിഞ്ഞിട്ടാണെങ്കിലും കാറിനാണ് വന്നത്. അപ്പോൾ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ശ്രമിക്കുക. വെയിൽ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് ടാൻ വരും. അപ്പോൾ അതാണ് ഇപ്പോൾ ഒരു പ്രിക്കോഷൻ എന്ന രീതിക്ക് പറയുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായ ഫേഷ്യൽ തന്നെ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും ഓരോ ടൈപ്പ് സ്കിന്നിന് ഓരോ ടൈപ്പ് ഫേഷ്യലാവും സ്യൂട്ടാവുക. ഇപ്പോൾ ഫേഷ്യൽ ചെയ്തതിന് ശേഷം എനിക്ക് എന്തെങ്കിലും റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ഗ്ലോ, ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒരു ഗ്ലോ ഉണ്ടാവില്ല, ആ ഒരു ഗ്ലോ അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു.
അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഫേഷ്യലിൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ഫസ്റ്റ് ആയിട്ടാട്ടോ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ടും എൻ്റെ അടുത്ത് വ്ളോഗിൻ്റെ ക്ലിപ്പ് അതിന് മാത്രമൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് ഞാൻ എന്താ പറയുക ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ആ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ മറ്റേ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ക്ലിപ്പിങ് ഞാനിവിടെ എവിടെയെങ്കിലും കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഇങ്ങനെ വെച്ചിരിക്കും. പിന്നെ അതേപോലെ നമ്മുടെ മൂക്കുന്ന് മറ്റേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പ്ലക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഫേഷ്യലിൽ ഉള്ളത്. പിന്നെ എനിക്ക് കൂടുതൽ പറയാനറിയില്ല. എൻ്റെ ഫേസിന് ഓക്കെ ആയിരുന്നു. എനിക്ക് വലിയ ഇഷ്യൂസും വേറെ പിന്നെ സ്കിൻ ഇഷ്യൂസ്, കുരുവരി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ റിക്വസ്റ്റ് വന്ന പോലെ ഇനി ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അടുത്ത ഏത് വീഡിയോ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.